ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാട്ടുശക്തി അതെന്നെ ഒരിക്കലും ചതിക്കില്ല. നമ്മുടെ കുട്ടികള് അപ്പൊ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ പറ്റുന്നോട് പറയണേ. അവൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോറസ്റ്റ് ഗാർഡ് വരട്ടെ, അവർ ശ്രമിക്കട്ടെ. അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഒരാളും ഇതിനിറങ്ങിത്തിരിക്കില്ലല്ലോ. ഞാൻ ഇറങ്ങിക്കോളാം. ഇനി ഫോറസ്റ്റ് ഗാർഡൊക്കെ വരുമ്പോഴേക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് വയ്യാതെ എന്താ ചെയ്യാം? ഇറങ്ങത്ത് വിട്ട രക്ഷയില്ലേ? അത് വിട്ടേക്ക്. ഞങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കിടക്കുന്ന മക്കളെ തന്നെയാ. അവര് ഞങ്ങളുടെ കൂടെ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവനായിട്ട് എന്താ കാര്യം? ഞാൻ ഇറങ്ങിക്കോളാം. എന്റെ മക്കളെ രക്ഷിക്കാൻ ഞാൻ പൊക്കോളാം. നമ്മുടെ കുട്ടികള് നമ്മുടെ മക്കളെയും കൊണ്ട് ഞാൻ വരും. സൂക്ഷിക്കണം. ഓരോ ചൂടും വെക്കുമ്പോ താഴെ ഇരിക്കുന്ന കുട്ടികളെ മനസ്സിൽ കാണണം. ഒരു ചെറിയ കല്ല് വീണാ പോലും അത് ചെന്ന് പതിക്കുന്നത് അവരുടെ ശരീരത്തിലാണെന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണം. പിന്നെ പ്രാർത്ഥനയുണ്ടാവണം. ഭൂമി ദേവി കാക്കാതിരിക്കില്ല, കനിയാതിരിക്കില്ല. എനിക്ക് ഉറപ്പുണ്ട്, ജയിച്ചേ വരൂ. ഇത് മക്കളെ രക്ഷിക്കാനുള്ള ഒരു അച്ഛന്റെ ശ്രമമാണ്. ഇതിനെതിരെ നിൽക്കാൻ ഒരു പ്രകൃതി ശക്തിക്കും കഴിയില്ല. കുട്ടികളുടെ അടുത്തെത്തിയാൽ അടയാളം തരണം. വടം ഞങ്ങൾ വലിക്കും. സത്യ അച്ഛനങ്ങോട്ട് വരിക. സത്യം എനിക്ക് പേടിയാവുന്നു. ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. നീ കുറച്ചേരം കൂടി ക്ഷമിക്കേ. നീ കരയല്ലേ? നമ്മളെ രക്ഷിക്കാനല്ലേ അച്ഛൻ വരുന്നേ. സൂക്ഷിച്ചേ. ഈശ്വര, ഈശ്വര. സത്യദേവ് വിഷ്ണുച്ചൻ, അച്ഛാ വേഗം വാ അച്ഛാ, ഞങ്ങൾക്ക് പേടിയാവാ. ആ ഭാഗത്ത് ഞാൻ പറഞ്ഞ അപകടം ഒളിഞ്ഞിരിക്കുന്നത്. അവിടെ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല.
പക്ഷേ ആ ഭാഗം കഴിയാൻ പ്രയാസം ഉപ്പ. ഒരു തഴക്കവും പഴക്കവും വന്ന അഭ്യാസിക്ക് പോലും അവിടെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഗാർഡിനെ വിവരം അറിയിക്കണം. ഇനി ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പൊ പിന്നെ ഇപ്പൊ പോയി ആള് തിരിച്ചു വരില്ല ഉപ്പ. അയ്യോ വിഷ്ണുട്ടാ, 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 എന്നെയായിട്ട് എന്തിനാ ഇങ്ങനെ ബാക്കി വെച്ചിരിക്കുന്നേ? ഞാനായിട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാനും വരാം നിങ്ങളുടെ കൂടെ. മരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചങ്ങ് മരിക്കാം. ആ, അവിടെ നിൽക്ക്. പറയുന്നത് കേക്ക്. അപകടം സ്വയം വിളിച്ചു വരുത്തരുത്. അയാൾ കയറി വരും. അയാൾക്ക് വരാതിരിക്കാൻ കഴിയില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഇവിടുത്തെ പ്രകൃതി ശക്തി ഉണ്ട്. വിഷ്ണു അച്ഛ ഒന്ന് വേഗം വാ. കാട്ടുശക്തി അതെന്നെ ഒരിക്കലും ചതിക്കില്ല. എന്നെ വിശ്വസിക്കൂ, അവരെന്നെ ചതിക്കില്ല. അവരെ അച്ഛനെയും മക്കളെയും എന്റെ മുന്നിലെത്തിക്കും. എവിടെ നോക്കിയാലും അപകടം. ഇത്തിരി ഇല്ലാത്ത പിള്ളേരെ അപകടത്തിൽ പെടുന്നത്. എങ്ങനെ പെടാതിരിക്കും? റോഡിലിറങ്ങിയ വണ്ടികൾ തമ്മിൽ മത്സരഓട്ടമല്ലേ. റോഡാണെങ്കിൽ ആകെ കുണ്ടും കുഴിയും. ആ സാറിന് മധുരൊട്ടും വേണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, ഈ ഒരു മാസം ഞാൻ മധുരം ഇടാതെ ഒന്ന് കുടിച്ചു നോക്കട്ടെ. ശരീരത്തിന് അല്ലെങ്കിൽ തന്നെ ഈ മധുരം എന്ന് പറയുന്ന വലിയ അപകടകാരിയാ. സാറിന് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട. ഈ ചായ തന്നെ കുടിക്കുന്നത് പതിവ് ചടങ്ങിന്റെ ഒരു ഭാഗമായിട്ടാണ്. ഈ നടപ്പും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഈ കുറുപ്പ് സാറിനെ ഒന്നിനും കൊള്ളൂല്ലേ ശാരദാമ്മേ.